ചക്രമുത്ത് എന്നുള്ള സിനിമ ലോഹി ആദ്യം ആലോചിച്ചത്, ആ സിനിമയ്ക്ക് വേണ്ടി ദിലീപിന് നായകനാക്കി ചെയ്യുന്നൊരു സിനിമ ആലോചിച്ചത് ഒരു പൊട്ടൻ്റെ കഥയാണ്. പൊട്ടൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കാത്ത ചെവിടെ കേൾക്കാത്ത ഒരാൾ. ആ ഐഡിയ വന്ന പക്ഷേ ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റ് വളരെ അടുത്ത് വരികയും ഇത് ഒരു കേന്ദ്ര കഥാപാത്രം പൊട്ടനായിട്ട് അഭിനയിക്കുന്ന, റിയലായിട്ട് പൊട്ടനായിട്ട് അഭിനയിക്കുന്നതിന് തിരക്കഥാകൃത്തിന് ഒരുപാട് ചാലഞ്ചിങ് ആണ്. കാരണം അയാൾ പറയുന്ന ഡയലോഗ്സ് അത് ആംഗ്യഭാഷയിലാക്കണം, അങ്ങനെ ഒരുപാട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് പിന്നീട് നമ്മൾ സാധാരണ ഗ്രാമങ്ങളിലൊക്കെ പറയും പിന്നെ ഒരു പൊട്ടനാന്ന് പറയുന്ന കാര്യഗൗരവമില്ലാത്ത അല്ലെങ്കിൽ വളരെ പാവത്താനായ ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണ് ചക്രമുത്ത് എന്നുള്ള സിനിമയിലെ കഥാപാത്രം മെനഞ്ഞെടുത്തത് ലോഹി. ചക്രമുത്തിൽ കാവ്യമാധവനും ദിലീപാണ്. അതിൽ എനിക്ക് തോന്നുന്നത് ചക്രമുത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയാണ്. എം ജയചന്ദ്രൻ ആദ്യമായിട്ട് ലോഹിക്ക് വേണ്ടി സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ചക്രമുത്തിലാണ്. പാട്ടുകൾ നല്ല പാട്ട്. അതിൽ ഏറ്റവും നല്ല ഹിറ്റായിട്ട് പാട്ട് കരിനീല കണ്ണിലെന്തടി എന്നുള്ള പാട്ടാണ്. അതിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വളരെ ലാളിത്യമുള്ള വരികളും ജയചന്ദ്രൻ്റെ മ്യൂസിക്കും വളരെ ഭംഗിയായിട്ടുള്ള ചിത്രീകരണവും. കരിനീല കണ്ണിലെന്തടി കവിൾമുല്ലപ്പൂവിലെന്തടി കിളിവാതിൽ ചില്ലിലൂടെ നിൻ മിന്നായം. ഒരു പ്രത്യേക രൂപത്തിലും ഭാവത്തിലും ദിലീപ് അഭിനയിച്ച ഒരു ചിത്രമാണ് ചക്രമുത്ത്, ലോഹിദാസ് സാറിൻ്റെ ചക്രമുത്ത്. ഇതിലെ ഗാനങ്ങൾ എം ജയചന്ദ്രൻ സാറാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ നടനും ഗായകനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസനും സുജാ ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. വളരെ വ്യത്യസ്ത പുലർത്തുന്ന ഒരു ഗാനമാണിത്. ലോഹി സംവിധായകൻ എന്ന നിലയിലും ഒരു സംവിധായകൻ എന്നുള്ള നിലയിലും തിരക്കഥാകൃത്തായിട്ടും അവസാനം ചെയ്ത സിനിമയാണ് നിവേദ്യം. അത് എം ജയചന്ദ്രൻ തന്നെയാണ് മ്യൂസിക്. ശ്രദ്ധേയമായൊരു പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ സിനിമയിൽ അവാർഡുകൾ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ഗാനം കോലക്കുഴൽ വിളി കേട്ടോ എന്നുള്ള ഗാനമാണ്. അത് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഗാനമാണ്. അതിൻ്റെ രചന നിർവഹിച്ചത് ലോഹിയാണ്. എം ജയചന്ദ്രൻ മ്യൂസിക്. പാടിയിരിക്കുന്ന വിജയ് യേശുദാസും ശ്വേത മോഹനുമാണ്. ആ സിനിമയിലെ നിവേദന സിനിമയിലെ സംഗീത സംവിധാനത്തിന് എം ജയചന്ദ്രൻ കൊല്ലത്തെ സംസ്ഥാന അവാർഡുണ്ടായി. ഗായകനും ഗായികയ്ക്കും അതേ കോലക്കുഴൽ വിളി കേട്ടെന്നുള്ള പാട്ടിന് സ്റ്റേറ്റ് അവാർഡായിരുന്നു വിജയ് യേശുദാസിനും ശ്വേത മോഹനും. ലോഹിദാസ് സാറിൻ്റെ വളരെ മനോഹരമായൊരു ചിത്രമാണ് നിവേദ്യം. അതിലെ കോലക്കുഴൽ വിളി കേട്ടോ രാധേ എന്ന ഗാനം, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് രചിച്ചത് അദ്ദേഹം തന്നെയാണ്. സംഗീതം എം ജയചന്ദ്രനും. ചൊടിയിൽ അനുരാഗത്തിൻ പൂമ്പ